നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ചർച്ച. ഗുരുവായൂർ സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കണമെന്ന ആവശ്യം തൃശൂർ DCC നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. കെ മുരളീധരന്റെ സ്വീകാര്യതയ്ക്ക് കുറവില്ലെന്നും പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ആരായാലും കുഴപ്പമില്ലെന്നും DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് 24 പ്രതികരിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പാർട്ടി പറയുന്ന സ്ഥാനാർത്ഥി ആരായാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രത്യേകിച്ച് കെ മുരളീധരൻ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അത്രയും അടുപ്പവും ബന്ധമൊക്കെയുള്ള നേതാവാണ്, ലീഡറുടെ മകനാണ്. വൈകാരികമായ ഒരു തലം തൃശ്ശൂരിനെ സംബന്ധിച്ചുണ്ട്. ഞങ്ങൾക്കതിൽ സ്വീകാര്യത കുറവൊന്നുമില്ല. പാർട്ടി ആരെ സജസ്റ്റ് ചെയ്യുന്നു അതാണ് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥി. തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാനാണ് താല്പര്യമെന്നും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ഇഷ്ടമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ബാക്കിയൊക്കെ പാർട്ടി പറയുമെന്നും കെ മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഞാനിപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഞാനൊരു ഗുരുവായൂരപ്പ ഭക്തനാണ്, അത് മാത്രമേ. ഇതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന ഓരോ കഥകൾക്ക് ഞാനെങ്ങനെയാണ് മറുപടി പറയുക? ഇതൊന്നും പാർട്ടിയിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ല. മുന്നണി ചർച്ചകളൊക്കെ ജനുവരി ആദ്യ വാരത്തിൽ ആരംഭിച്ച് ജനുവരി മധ്യത്തോടുകൂടെ മാത്രമേ പൂർത്തിയാക്കൂ. കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ പോലെ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കാനാണ് എനിക്ക് ആഗ്രഹം. മത്സരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ബാക്കിയെല്ലാം പാർട്ടി പറയുന്ന പോലെ അനുസരിക്കും. റാഫി കരീമും സലീം മാലിക്കും ചെയ്യുന്നുണ്ട്. റാഫിയിലേക്കാണ് ആദ്യം. റാഫിയും സീരിയസ് ആയി ഗുരുവായൂരിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരം വിട്ട് ഗുരുവായൂർ വന്ന് അവിടെ ഇതിനോടകം പ്രവർത്തനം തുടങ്ങണം കെ മുരളീധരൻ. റാഫി. ആശുപത്രി തീർച്ചയായും അത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. കെ മുരളീധരൻ ഗുരുവായൂരിൽ സ്ഥാനാർത്ഥിയായി വരും എന്നുള്ളതാണ് നിലവിൽ പ്രതീക്ഷിക്കേണ്ടത്. കാരണം ആ നിലയിലുള്ള പ്രവർത്തനം തൃശ്ശൂർ ജില്ലയിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ DCC പ്രസിഡന്റിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നേരത്തെ തന്നെ ഗുരുവായൂർ സീറ്റ് മുസ്ലിം ലീഗിൽ നിന്ന് കോൺഗ്രസിന് വിട്ടു നൽകണമെന്നൊരാവശ്യം ജില്ലാ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കത്ത് സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് പലതരത്തിലുള്ള പരീക്ഷണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഗുരുവായൂരിൽ മുസ്ലിം ലീഗും UDFും നടത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ ഒരു വിജയം നേടാൻ അല്ലെങ്കിൽ അതിനൊരു ഫലമുണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇതുവരെയും ഗുരുവായൂരിൽ UDFിന് ലഭിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ പ്രവർത്തകർക്കിടയിലും ഒപ്പം തന്നെ നേതാക്കൾക്കിടയിലും ആ നിലയിൽ UDFിൽ തന്നെ ഒരു അത്തരത്തിലൊരു ആശയം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗിൽ നിന്ന് ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് സ്വന്തമാക്കുക, പകരം പട്ടാമ്പി സീറ്റ് മുസ്ലിം ലീഗിന് നൽകുക. ഈ നിലയിലൊരു ധാരണ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടി ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് തിരിച്ചു വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ പാർട്ടി നിർദ്ദേശിക്കുന്ന ആര് സ്ഥാനാർത്ഥിയായാലും കുഴപ്പമില്ല എന്നുള്ളതായിരുന്നു DCC പ്രസിഡന്റ് ഇന്നത്തെ പ്രതികരണം. ഒപ്പം തന്നെ കെ മുരളീധരനാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ അത് കൂടുതൽ നല്ലതാണ് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. കെ മുരളീധരന് അവിടെ സ്വീകാര്യത കുറവൊന്നുമില്ല. കെ കരുണാകരൻ്റെ മകനാണ്, ആ നിലയിൽ വലിയ സ്വീകാര്യതയുണ്ട്. ഒപ്പം തന്നെ കെ മുരളീധരൻ അവിടെ സ്ഥാനാർത്ഥിയായി വന്നാൽ ആ സീറ്റിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ കൂടിയാണ് DCC പ്രസിഡന്റ് പങ്കുവയ്ക്കുന്നത്. ആ നിലയിലുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് മുസ്ലിം ലീഗിൻ്റെ ഒരു അഭിപ്രായമാണ്. തീരുമാനങ്ങൾ എടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ്. കോൺഗ്രസിൻ്റെ ആയാലും മുസ്ലിം ലീഗിൻ്റെ ആയാലും സംസ്ഥാന നേതൃത്വങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ സംസ്ഥാന നേതൃത്വങ്ങൾ തീരുമാനമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സീറ്റിന് പകരമായി, അതായത് ഗുരുവായൂർ സീറ്റിന് പകരമായി പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകുക, പകരം ഗുരുവായൂർ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുക, അങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നൊരു ധാരണയിലേക്ക് കാര്യങ്ങളെത്തും. ഒപ്പം തന്നെ കെ മുരളീധരൻ ഗുരുവായൂരിൽ മത്സരിക്കുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിൽ വലിയ ഗുണം ചെയ്യും. ആ നിലയിലുള്ള ഒരു വ്യക്തിപ്രഭാവം, ഒപ്പം തന്നെ ഒരു സ്റ്റാർ കാൻഡിഡേറ്റ് അവിടെ എത്തുന്നതിലൂടെ കോൺഗ്രസിന് ജില്ലയിൽ തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് DCC നേതൃത്വം അടക്കം പ്രതീക്ഷിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.